ചിഹ്നങ്ങൾ വെച്ചാൽ എങ്ങനെ? ചിഹ്നങ്ങൾ വെച്ചാല് ഒരു സ്ഥലത്തിന്റെ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വെച്ചാൽ ഒരു ഇതാണ്. അതുപോലെ ചിഹ്നങ്ങൾ വെച്ചാൽ ചിഹ്നം വെച്ചാൽ ഫോട്ടാണോ? ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് രണ്ടാൾക്കും അറിയത്തില്ല അല്ലേ അമ്മേ? ഇല്ല, ഗോകുൽ. അപ്പൊ ഗോകുൽ വരണം. ഗോകുൽ വന്നിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാ ഗോകുൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഗോകുൽ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് ഇന്നത്തെ ചലഞ്ച്? ഒരു സ്ഥലത്തിന്റെ ചിഹ്നങ്ങൾ കാണിച്ചു തരും. ചിഹ്നങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊരു സ്ഥലം കാണിച്ചു തരും. അതേത് സ്ഥലമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ചിഹ്നങ്ങൾ വെച്ചാൽ എങ്ങനെ? ചിഹ്നങ്ങൾ വെച്ചാല് ഒരു സ്ഥലത്തിന്റെ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വെച്ചാൽ ഒരു ഇതാണ്. അതുപോലെ ചിഹ്നങ്ങൾ വെച്ചാൽ ചിഹ്നം വെച്ചാൽ ഫോട്ടാണോ? ഫോട്ടോകൾ വെച്ചാൽ എങ്ങനെ വെച്ചാല് ഇപ്പൊ ഉറുമ്പിനെ അല്ലെ ഇങ്ങനെ വെച്ചാൽ ഉറുമ്പനാട് എന്ന് വെച്ചാൽ ഒരു സ്ഥലം വിചാരിച്ചോ. അപ്പൊ ഉറുമ്പിനെ വെച്ചിട്ട് ഉറുമ്പനാട്, ഉറുമ്പ് നാട്, ഉറുമ്പനാട് പ്ലസ് കൂട്ടി വായിക്കാം. അതാണ് ചലഞ്ച്. അതൊക്കെ മനസ്സിലായില്ലേ അമ്മേ? മനസ്സിലായില്ല? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞ ഇവ മനസ്സിലായില്ലേ? ഫസ്റ്റ് തന്നെ വടിവാണ്. ഇതെന്ന് വെച്ചാ നല്ലൊരു ഇതാണ്. ഒരു ഇതാണ്. അതുപോലെ ചിഹ്നം വെച്ചിട്ടുണ്ട്. ഒരു ചിഹ്നമാണ്. ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫോണിൽ കാണിച്ചു തരും. ഏറ്റവും കൂടുതൽ ആർക്കാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ അവർ കൈവന്നിക്കുക. രണ്ടാൾക്കും സെപ്പറേറ്റ് ആയിട്ടല്ല വരിക, ഒരുമിച്ചാണ് ഉത്തരം അല്ല ചോദ്യം വരിക. കൈവക്ക പറയാ. ഇന്നത്തെ പ്രൈസും പണിഷ്മെന്റും വഴിയേ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ കൈ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഒച്ചത്തില് പറയുന്നുണ്ട്. മനസ്സിൽ പറയണം. ഇത് സീരിയൽ പോലെ അവിടെ ഞാൻ കൊല്ലും. മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്താക്കിട്ട് പറയണ്ട. അങ്ങനെയാണ് കേൾക്കുന്നത്. നമുക്ക് മനസ്സിലായില്ല എന്താണ് റൈറ്റ് ആൻസർ. എതിരപ്പള്ളി അല്ല, ആതിരപ്പള്ളി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പാസ്സായിരിക്കുകയാണ്. കൈയടിക്കട, ഒരു പ്രോത്സാഹനം കൊടുക്കും. എല്ലാവരും പവറാകട്ടെ. അമ്മ ഒന്ന് പവറാകും. അടുത്ത ഇത് ജീൻസ് കൈമുട്ടൽ. അറിഞ്ഞോ? കറക്റ്റ് ഉത്തരം പറ. ജീൻസ് കൈമുട്ടൽ. എടാ, സ്ഥലത്തിന്റെ പേരാണോ? പെണ്ടാപ്പള്ളി. കറക്റ്റ് ഉത്തരം. നിർത്തി. കൈ കൈയടി. പേന്റടി. പോടാ, പേന്റടി. അടുത്ത ക്വസ്റ്റ്യൻ. നിർത്തി. എനിക്കറിഞ്ഞൂടെ? കൈയൊക്കെ എടാ മനസ്സില് നമുക്ക് മനസ്സിലായില്ല. ഇപ്പൊ 2 മാർക്കാണ്. ഓർത്ത് വെക്കണേ. രണ്ടാളും കൂടി പറഞ്ഞോ. 1 രണ്ടാൾക്കും കിട്ടിയ മാത്രം കൈ നോക്കിട്ട് എന്നിട്ടെ പള്ളിയാ? പള്ളിയാണ്. ഒരു ചെറിയ ഒരു ഉദാഹരണം അല്ല, ഒരു ചെറിയ ക്ലൂ തരാം. കൊച്ചി. റൈറ്റ് ആൻസർ. 1 മാർക്ക് ഗോപികളുടെ നേടിയിട്ടുണ്ട്. കൈയടിച്ചു കൊടുക്കാമേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചോട വരുന്നുണ്ട് ഗൈസ്. ചിരിച്ച് ചാവേ. പറയാൻ പറ്റുമോ? ഇടത്തേച്ചല്ല. 2 എക്സിറ്റ് എന്നൊരു സ്ഥലം ഉണ്ടോ? ഇത് എല്ലാം കേരളത്തിലെ സ്ഥലം പോരെ. 1 2 3 ഇങ്ങോട്ട് നോ 7 8 9
അറിയാം 10. ഉത്തരം പറയട്ടെ, തിരുവല്ല. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഗൈസ്. ചോള വരുന്നുണ്ട്. എന്താ അവസ്ഥ ദാ, കൈവക്കി, അവിടെ കൈ പൊക്കിയെങ്കിലും ഒന്ന് പറയണം. കൈവക്കി. ആ പറഞ്ഞോ. ഇങ്ങനെ ഞാൻ കൈവക്കി. ആ പറഞ്ഞോ. അങ്ങനത്തെ ആളാ. ഫസ്റ്റ് കൈ പൊക്കി ഇവിടെ പറ. മലപ്പുറം. റൈറ്റ് ആൻസർ. ഇപ്പൊ എത്രയാ? 2-2 പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അത്ര പെട്ടെന്ന് പേര് മനസ്സിലായി തോന്നുന്നു. ഞാൻ കൈ കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ അഭിനയിച്ചതാ. സുരേഷ് കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ഗൈസ്. നമ്മുടെ കൈ പൊക്കിയിട്ടുണ്ട്. കൈ പൊക്കിയതാണോ അത് ആദ്യം പൊക്കി? കണ്ണൂർ. മൂന്നാമത്തേതും അമ്മയുടെ സ്റ്റഡി ബഡ്ഡിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. 3-2 മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാളെ കണ്ണോ അല്ല, രണ്ടാളല്ല, അമ്മേന്റെ കണ്ണിലേക്കാണ് കുറുക്കൻ ചത്താൻ പോയിക്കൊണ്ടിരിക്കുക കണ്ണെന്നാണ്. അടുത്ത അല്ല അതെന്താ ഇവിടെ പറയാൻ കാരണം? അല്ല 50 അല്ല അങ്ങനെ പറയരുത്. അല്ല അത് എന്റെ കണ്ണോട് എങ്ങോട്ടാന്ന് തരയ്ക്കുന്നതിനും ഞാൻ പുളി ഗ്ലാസ് വെച്ചിട്ടുള്ള സരോജ് കുമാർ. അടുത്ത ഇതെന്താ പൈത്തോടോ? പൈത്തോട. അങ്ങനത്തെ സ്ഥലമല്ല. പറഞ്ഞോ. ആലപ്പുഴ. റൈറ്റ് ആൻസർ. കത്തി കത്തി കത്തി. എത്രയായിപ്പോ? ആലപ്പുഴ. അല്ല, എത്രയായിപ്പോ മാർക്ക്? 3-3 ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. അതിഗംഭീരമായ മത്സരം ഇവിടെ നടക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വേഗം വേഗം പോകുന്നുണ്ടല്ലേ നമ്മളിപ്പോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞോ. കൂനംകുള. അപ്പൊ ഉത്തരാകേണ്ടി അമ്മ വിചാരിച്ചെന്താ? എടാ ഉത്തരം അറിയാണ്ട് കൈ പൊക്കി ഇടുന്നത്. അങ്ങനെ പൊട്ടിയ അതൊരു ഇത് പറഞ്ഞുതരാം. കൈ പൊക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നില്ലെങ്കിൽ ഒരു മാർക്ക് കുറക്കുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടോന്നാലോ? അതൊന്നും ഒരു കുഴപ്പമേ അല്ല. ഇപ്പൊ എത്രയുള്ള 4-3 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങോട്ടേക്ക് നോക്കണേ അമ്മ. രണ്ടാളെ കണ്ണിയിലേക്ക് വേറത്. ചോദിക്കുന്നതിന് പറഞ്ഞാ പോരേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. പറഞ്ഞോ. ആരുടെ ശബ്ദം ഉണ്ടാക്കുന്നത് ഇങ്ങനെ? ആളല്ല. ഇതാ ക്വസ്റ്റ്യൻ. ആടെ നോക്കിക്കുന്ന. നമുക്കറിയോ? ഓക്കെ അമ്മ പറഞ്ഞു. വൈത്തിരി. അല്ല, വൈത്തിരി അല്ല, തെറ്റി. വൈസ്ക്രൂ. അല്ല, വൈസ്ക്രൂവാ. എന്റെ ഓരെ സ്ക്രൂ അല്ലത്. അല്ല, അത് മറ്റേതാ. കൈ കാറ്റ കൈ താത്തി. അത് സ്ക്രൂ അല്ല. 1 2 ആലോചന. ഇത്ര വരട്ടെ. സ്പാനർ നല്ലോണം ഇത്. സ്പാനർ നേരം ഇങ്ങനെ നിൽക്കണ്ട. അല്ലല്ല. 4 3 ഇപ്പോ 4-3 1 2 അമ്മേ 3 ഉത്തരം പറയേ. വൈക്കം അല്ല. 4 വേയൂർ. നോ. 5 വേപ്പൂർ. ഇഷ്ടം പോലെ ഇങ്ങനെ വിളിച്ചു പറയാൻ സമയം തന്നിരിക്കുന്നു. വയനാട്. നോ നോ. പിന്നെ വൈപ്പിൻ കേട്ടില്ല സ്ഥലം? കേട്ടിട്ടില്ല. വൈപ്പിന് കേട്ടിട്ടില്ല. എന്നാ വൈപ്പിൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ഗൈസ്. ഞാൻ വൈത്തിരിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, വൈത്തിരി അല്ല, വൈപ്പിൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വൈപ്പിൻ നിങ്ങൾ കേട്ടിട്ടില്ല? വൈപ്പിൻ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിട്ട് പറഞ്ഞോളൂ. നോക്കൂ. ഞാൻ നോക്കി കണ്ടപ്പോ കുട്ടിശ്ശേരി. അല്ലല്ല. കൊച്ചിയുടെ കൊച്ചിക്കാരിക്കുന്നത്തെ കല്യാണി. കൊച്ചേരി. അല്ലടാ, എന്റെ വർത്താനം. കൊച്ചിശ്ശേരി അല്ല. കൊച്ചുണ്ടാവി. പറഞ്ഞോളൂ. അമ്മ ഇവിടെ എല്ലാരും ഓക്കെ. അതൊരു കണ്ടുപിടുത്താണ്. കൊച്ചിശ്ശേരി. തലശ്ശേരി. ഇപ്പൊ എത്രയാ മാർക്ക്? 4-4.
ടൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചശ്ശേരി അടുത്ത് ഇങ്ങോട്ട് തന്നെ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഗൈസ്. ബൂം. ആലോചനയില് കണ്ട അമ്മ ചിന്തിക്കാനുള്ള സമയം കൊടുത്തുള്ള 5 മാർക്ക് നേടിയിരിക്കുകയാണ്. അമ്മ അടുത്ത അമ്മ പറഞ്ഞോളെ കേട്ടാ, അല്ലെങ്കിൽ സാധനം ഇവിടെ പൊട്ടിക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പറഞ്ഞു എത്രയായിപ്പോ? 6-4 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 6-4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അതിഗംഭീരമായ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സാധനം? ചായാട്. ആർക്കും കണ്ടുപിടിക്കല. കാപ്പാടല്ല, മദ്യാട്. ഞാൻ ഇത് ചിരിച്ചു ചാവും. എനിക്ക് ഉത്തരം പറയാനായിട്ട് വയനാടല്ല മദ്യാട്. അല്ല ഞാൻ അമ്മ ഉത്തരം പറയാനിട്ട കൈ നോക്കിയത്. അത് പറഞ്ഞ അമ്മ കാപ്പാട്. അങ്ങനെ കാപ്പാട് കപ്പ് ആട്. ഓക്കെ, അങ്ങനെ പേരുവെങ്കിലേ. പക്ഷെ ഇത് ഉത്തരം. അപ്പൊ ഇതിന്റെ ഉത്തരം വയനാട് തന്നെയാണ്. അപ്പൊ 7 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഇങ്ങോട്ടല്ല അല്ലേ, ശശിയായി. അടുത്ത ഉത്തരം അല്ല, ചോദ്യം ഇതാണ്. പറഞ്ഞോ. അല്ല, ഇന്ന് സാധുവിന്റെ ദിവസം തോന്നുന്നുണ്ടല്ലോ. അല്ല, പറഞ്ഞോളൂ. വൈമൂൺ അല്ല. അല്ല, അങ്ങനെടാ. നമുക്കറിയാം. അല്ലടോ, നിർത്തുകളെ. എന്റെ മൊത്തത്തെ കൊണ്ടായിരുന്നു. 2, 3 മൊത്തം വേർക്കുന്നില്ലോ. എസ് ഇടേണ്ട വരുമല്ലോ. 4 നോ. അല്ല, പറയാൻ പറ്റുമോ? വൈറ്റില. അറിയ കേട്ടിക്കോ. വയറ്റില കേട്ടിട്ടുള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ പോവാം. നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കുട്ടി പറ. ഇതിന്റെ ആൻസർ കറക്റ്റ്. അല്ലടാ, പറയുന്നത് മണ്ടത്ര വീഡിയോ കാണിച്ചു. എന്റെ തലയില് ചൊറിയും. ഇതിന്റെ റെഡിക്കുള്ള ഇത് കണ്ടിട്ട് ഇത് ഷഡ്ഡിയാണ്. ഇതിന്റെ റെഡിക്കുള്ള കേട്ടാല് നാണിക്കും. അത്രയും ബുദ്ധിക്കുറവുള്ള ഉത്തരായോ പറഞ്ഞ് ഷഡ്യം. കുപ്പായൊന്നല്ല. അല്ലല്ല, അത് അതിന്റെ ചോദിക്കുന്ന മണ്ടനാക്കല്ല ഗോപിക്കേ. ഞാൻ പറയട്ടെ, കോട്ടയം. റൈറ്റ് ആൻസർ. 4-5 ചോദിച്ച. അടുത്ത ക്വസ്റ്റ്യൻ. സാധനം ഇപ്പൊ കത്തി കേൾക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ കോപ്പി അടിക്കാൻ നോക്കിയോ. അടുത്ത ഇത് പാല്. പാൽ കണ്ണും കാഴ്ച കുറവുള്ള ആളാണ്.
പാലയാട്. ഓക്കെ പാലക്കാട്. റൈറ്റ് ആൻസർ. 3 ട്രീ വെച്ചിട്ടാ കാണാൻ ഞാൻ വിശ്വസിക്കില്ല. അല്ലേ ഞാൻ പാലയാട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാണ് മൂന്നാർ. വെച്ച കൈ താത്തിട്ട് ഇത് മാർക്കാൻ തരൂല. പോട്ടെ അതൊരു മാർക്കിന്റെ അഹങ്കാരം കണ്ടിക്ക. ഇത്രക്കാരോ മാർക്ക് കഴിഞ്ഞു. അപ്പൊ ഗൈസ് അവസാനത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ അമ്മേന്റെ മാർക്ക് ഒന്ന് പറയാം. 5 6 അപ്പൊ ഗൈസ് ഇന്നത്തെ മാർക്ക് ഇങ്ങനെയാണ്. അമ്മക്കാറ്, സനൂന് 8. അപ്പൊ അപ്പൊ ഇന്നത്തെ കളിന്റെ തരാൻ വിജയിച്ചിട്ടുള്ള കണ്ണി ഇവിടുന്ന് തോറ്റി പറഞ്ഞെ അമ്മ മൂഡ് ഓഫ് ആയി പറഞ്ഞേ. അങ്ങനെ അമ്മ ഇന്ന് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ജയിച്ചിട്ടുള്ളത് ഗോപിക. കൈയടിക്കമ്മേ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഗോപിക. അതെന്താ പണിഷ്മെന്റ് ചെയ്യണോ പൈസ വേണോ? എനിക്ക് പൈസ മതി. നമുക്ക് എന്താ വേണ്ടേ? പൈസ വേണോ? പൈസ വേണം. സ്ഥിരമായിട്ട് വന്നിട്ട് പൈസ വേണം. അപ്പൊ നമുക്ക് ആദ്യം പണിഷ്മെന്റ് അങ്ങ് കൊടുക്കാം, എന്നിട്ട് പൈസ കൊടുക്കാം. അപ്പൊ പണിഷ്മെന്റ് വന്നോട്ടെ. അങ്ങനെ നമ്മളെ പണിഷ്മെന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് അരിപ്പൊടിയാണ്. ഇത് അമ്മേന്റെ മുഖത്ത് ഇങ്ങനെ പുരട്ടി തരും. മുഖത്ത് ഇങ്ങനെ പുരട്ടി തരും. അപ്പൊ ജോസിന് കൊടുക്കാൻ. ജോസേ ഇതാ ഇങ്ങോട്ട്. അരിപൊടിക്ക് നിക്കാൻ തോന്നില്ല. അത്രയും ഡള്ളായ ഈശ്വര. ഇത് അരിപ്പൊടിയല്ലേ? ഇവിടെയുള്ള പുട്ടുപൊടിയാ. അമ്മക്ക് ശരിയായില്ലേ? അമ്മക്ക് ശരിയായില്ലേ? റെഡിയാ? അത് മതി, അത് മതി. അപ്പൊ ഇതാ ഗൈസ് അമ്മ ഇതാ പണിഷ്മെന്റ് ഏറ്റു വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും തിരുമോന്തി ഒന്ന് കാണട്ടെ. ഇതാണ് അമ്മേന്റെ മോന്ത ഇപ്പൊ പണി കഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ അടുത്ത പ്രാവശ്യം സാധനം കൺവശം അതല്ല അമ്മേന്റെ മുഖത്ത് മാത്രല്ല തോൽക്ക് നെഞ്ച മുഖത്തും കേൾക്കുന്നതായിരിക്കും. അതുപോലെ പക്ഷെ കൊണ്ടുവരുന്നത് എന്റെ മുഖത്ത്. അമ്മേന്റെ മുഖം നോക്ക്. പൂജാരിയാ ഇങ്ങനെ മുറിയോ തൊട്ടിട്ട്. അപ്പൊ ഗൈസ് അടുത്തായിട്ട് നമുക്ക് പണം കൊടുക്കൽ ചടങ്ങിലേക്ക് നീങ്ങാം. തന്നോളൂ. ഇന്നത്തെ പ്രൈസ് 1000 രൂപ ചില്ലറ കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോന്റെ അകത്തുള്ള പ്രൈസ് കൊടുക്കുന്നേ. 1000 തന്നെ ഉണ്ട്. എന്താ തന്നെ ഒരു ആട്ടം പോലെ. നമുക്ക് 20 രൂപ എന്നാലോ? ഇപ്പൊ ചായ പോലെ കിട്ടൂല. എന്നാ അപ്പൊ അമ്മേന്റെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുക്കുക. പിടി. എന്താ 1000 ഇല്ല എന്നാ? 1000 ഉണ്ട്. 500 600 700 800 900 1000 എന്താ ഇടത്തെ കൈ ഉണ്ടല്ലോ ഒന്ന് വലത് കൈയെല്ലാം വെച്ച് കൊടുക്ക്. വായിക്കോളൂ. അത് ചൊട്ടാ നോക്കിയാലുണ്ടല്ലോ. അതും ചൊട്ടി നമ്മൾ അവസാനിപ്പിക്കല്ലേ? അവസാനിപ്പിക്കല്ലേ പൂജാരി? അങ്ങനെ അവസാനിപ്പിക്കുക. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയാണോ. നല്ല കിടിലൻ വീഡിയോസും ചലഞ്ചും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കുക്കിങ്ങിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും പോയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇതെന്താ ആനയുണ്ട് തലയായിട്ട് എന്തോ പറ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ല വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.